നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, ചെമ്മാട്. LDFന് തുടർഭരണത്തിന്റെ അഹങ്കാരമാണെന്നും ഇതുതന്നെയാണ് ബംഗാളിലും സംഭവിച്ചതെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തിരുരങ്ങാടി കുണ്ടൂരിൽ നിർമ്മിച്ച രാജീവ് ഭവൻ കോൺഗ്രസ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തുടർച്ചയായി ഭരണം വരുമ്പോൾ ഉണ്ടാകുന്ന ഡീജനറേഷൻ മാർക്സിസ്റ്റ് പാർട്ടിയെ എങ്ങനെയാണ് തകർത്തത്, ആ നിലയ്ക്ക് തന്നെ ഇന്ന് കേരളത്തിലെ പാർട്ടി മാറിക്കഴിഞ്ഞുവെന്നും ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് BJP ഓഫീസായി മാറിയെന്നും അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടർമാർ BJP വോട്ടർമാരായി മാറി, അതുതന്നെയാണ് കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇനി വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. തുടർഭരണത്തിന്റെ അഹങ്കാരം അവരെ ജനങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. ഇത് തന്നെയാണ് ബംഗാളിൽ സംഭവിച്ചത്. തുടർച്ചയായ ഭരണം വരുമ്പോഴുണ്ടാകുന്ന ജീർണത, തുടർച്ചയായ ഭരണം വരുമ്പോഴുണ്ടാകുന്ന ഡീജനറേഷൻ മാർക്സിസ്റ്റ് പാർട്ടിയെ എങ്ങനെയാണോ ബംഗാളിൽ തകർത്തത്, ആ നിലയിലേക്ക് ഇന്ന് കേരളത്തിൽ പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നു. ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകൾ BJP ഓഫീസായി മാറി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടർമാർ BJP വോട്ടർമാരായി മാറി. കേരളത്തിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒന്നോ രണ്ടോ കോൺഗ്രസ് നേതാക്കന്മാർ BJP ചേരുമ്പോൾ മാർക്സിസ്റ്റുകാർ പറയുമായിരുന്നു, ഇവർ കോൺഗ്രസ്സുകാരാണ്, ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ BJP ആണ്. എന്റെ ജില്ലയായ ആലപ്പുഴ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് ചോർന്നു പോയ വോട്ട് 1 ലക്ഷം വോട്ട്. ആ 1 ലക്ഷം വോട്ട് ചോർന്നത് മറ്റേതാർക്കാണ്? BJPക്കാണ് 1 ലക്ഷം വോട്ട് പോയത്. പുന്നപ്പുറയും വയനാടുമുള്ള രക്തസാക്ഷികളുടെ മണ്ണായ കണ്ണൂരിനേക്കാൾ കൂടുതൽ MLA-മാരുള്ള ആ ജില്ലയിലെ 1 ലക്ഷം വോട്ടാണ് CPM വോട്ട് BJPക്ക് പോയത്. ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് രാജ്യത്തിന്റെ ഭരണം നേടാം എന്ന വ്യാമോഹത്തിന് തിരിച്ചടിയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും ഇന്ത്യ മുന്നണി കെട്ടുറപ്പോടെ തന്നെ നിലകൊള്ളുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വിജയം. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഉടനീളം ഒരു മാറ്റത്തിന്റെ അന്തരീക്ഷം നമുക്ക് കാണാൻ സാധിക്കും. നരേന്ദ്രമോദി പറഞ്ഞത് അബ്കി ബാർ 400 പാർ, ഇത്തവണ 400 സീറ്റിലധികം ഞങ്ങൾ നേടും എന്ന് പറഞ്ഞായിരുന്നു BJPയുടെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചത്. പാർലമെന്റിൽ അവർ പറഞ്ഞു, ഞങ്ങൾ ഇത്തവണ 400 സീറ്റ് നേടാൻ പോവുകയാണ്. എന്തിനാണ് 400 സീറ്റ്? ആ 400 സീറ്റ് കിട്ടിയാൽ ഭരണഘടന മാറ്റാം, സംവരണം എടുത്തു കളയാം, നമ്മുടെ ഭരണഘടനയുടെ അലകും പിടിയും മാറ്റാം. മാത്രമല്ല, ഏക സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള സങ്കീർണങ്ങളായിട്ടുള്ള പല നിയമനിർമ്മാണങ്ങളും പാർലമെന്റിൽ പാസാക്കാം. ഇതെല്ലാമായിരുന്നു BJPയുടെ ലക്ഷ്യം. ജില്ലാ UDF ചെയർമാൻ PT അജയ് മോഹൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല, KPCC സെക്രട്ടറി KP അബ്ദുൽ മജീദ്, MN കുഞ്ഞിമുഹമ്മദ് ഹാജി, ഡോക്ടർ UK അഭിലാഷ്, ഷാജി പച്ചേരി, P ഇഫ്തിഖാറുദ്ദീൻ, EP രാജീവ്, മോഹനൻ വന്നിയൂർ, NP ഹംസക്കോയ, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP ഹൈദോസ് കോയത്തങ്ങൾ, ഗാന്ധി ദർശൻ സമിതി ജില്ലാ പ്രസിഡന്റ് PKM ബാവ, നന്നമ്പ്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NV മൂസക്കുട്ടി, സജിദ് കാച്ചേരി, പച്ചായ് മുഹമ്മദ് ഹാജി, UV അബ്ദുൽ കരീം, NV അനിൽകുമാർ, K കുഞ്ഞുട്ടി, ലത്തീഫ് കൊടിഞ്ഞി, P ഷാഫി, മുഹസിന ഷാക്കിർ പാലക്കാട്, ഷെഫീഖ് ചമ്മട്ടി, തറാല ഇക്ബാൽ, തറാല ഷാഫി, PP യൂനിസ് ബാപ്പു, മഹറൂഫ് തിലായിൽ, മണി പറമ്പത്ത്, അബ്ദുറബ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. അഡ്വക്കേറ്റ് PP മുനീർ സ്വാഗതവും തറാല ബാവ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി.